ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ആശ വിനീഷ്. ഷഹാന. അപ്പോൾ ഞങ്ങൾ രണ്ടുകൂടെ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ പുതിയ നെറ്റ് ആസ്പിറൻസ് ആയിട്ടുള്ള കുറേ പേരുണ്ട് എക്കണോമിക്സിൽ. അവർക്ക് ഒരു ടൈം ടേബിൾ പറഞ്ഞു കൊടുക്കുക. ഞങ്ങൾ ഇന്ന് അതിൻ്റെ ഒരു പ്രിപ്പറേഷനിലായിരുന്നു. അപ്പോൾ ആ ഒരു ടൈം ടേബിൾ അല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം ത്രൂ ഔട്ട് നിങ്ങളുടെ ഒരു ജേർണി എന്ന് പറഞ്ഞു തരാനാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ വന്നിരിക്കുന്നത്. സുഖമാണ്. സുഖം. ഓക്കെ. അപ്പം മാം തുടങ്ങുകയാണെങ്കിൽ മാം ഒരു നെറ്റ് ക്ലിയർ ചെയ്തു. കുറേ നാളായിട്ട് ഈ ഒരു മെന്റർഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എങ്ങനെയായിരിക്കും പുതിയൊരു ബാച്ചിനെ ഒരുക്കാൻ പോവേണ്ടി എന്തൊക്കെയാണ് അവർ പ്രിപ്പയർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താ? അതെ, അവർ പ്രിപ്പയർ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ആദ്യം അവരെ സിലബസ് നന്നായിട്ട് മനസ്സിലാക്കണം. അതിന് വേണ്ടിയിട്ട് സിലബസ് തന്നെ നമ്മുടെ UGC നെറ്റിന്റെ സൈറ്റിൽ പോയിട്ട് സിലബസ് ഡൗൺലോഡ് ചെയ്തിട്ട് പ്രിന്റ് എടുത്ത് അവരുടെ കയ്യിൽ വെക്കണം. അത് തന്നെയാണ് ഫസ്റ്റ് പടിയായിട്ട് നമ്മളെപ്പോഴും പറയാറുള്ളത്. അത് തന്നെയാണ്. ഓക്കെ, സിലബസ്. അതിനുശേഷം സിലബസ് നന്നായിട്ട് മനസ്സിലാക്കുക. ഓരോ യൂണിറ്റ്സിനകത്തും ഓരോ സബ് ടോപ്പിക്സിലൂടെ അവർ പോകണം. അതായത് എന്തൊക്കെയാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് അതിനെ കുറിച്ച് അവർക്ക് നല്ല ധാരണ വേണം. അപ്പൊ ആദ്യത്തെ പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ നിങ്ങളുടെ നെറ്റിന്റെ സിലബസ് ഡൗൺലോഡ് ചെയ്യുക. അതിൽ നിന്ന് നിങ്ങൾ ആ സിലബസ്, ഞാനെപ്പോഴും പറയുകയാണെങ്കിൽ ഇതുവരെ പ്രിന്റ് എടുത്ത് ഒട്ടിച്ച് തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫെമിലറൈസ് ചെയ്യാൻ പറ്റും അല്ലേ? ഇനിയും ഇപ്പം ടീച്ചർ ഒരു 30 ആദ്യത്തെ ബാച്ചില് ലോങ് ബാച്ചില് 120 ഡേയ്സിലേക്ക് സമയമുണ്ട്. ഇപ്പൊ പഠിപ്പിക്കാൻ 120 ഡേയ്സ് സമയമുണ്ട്. അപ്പൊ ഈ 120 ഡേയ്സിലെ ടൈം ടേബിളിൽ ടീച്ചർ എന്തൊക്കെയാണ് ശ്രദ്ധിക്കാറുള്ളത്? നമ്മള് ആദ്യം തന്നെ സ്ട്രെസ് ചെയ്യുന്ന ഏത് സ്റ്റുഡന്റ് ആയിക്കോട്ടെ, അതായത് ബിഗിന്നർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു മീഡിയം ലെവലിൽ നിൽക്കുന്ന സ്റ്റുഡന്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എക്സ്ട്രീം JRF വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡന്റ് ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, എല്ലാം നമ്മളെപ്പോഴും ആ ഒരു എക്സാമിനെ അറിഞ്ഞിട്ട് അവർക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ PYQസിലൂടെ പോയിട്ട് അതിൽ നിന്നും നമ്മൾ സബ്ജക്റ്റിനെ കാറ്റഗറൈസ് ചെയ്തെടുക്കും. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ലെസ് ഇമ്പോർട്ടൻറ്റ്, ലീസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, അങ്ങനെ ടോപ്പിക്സിനെ കാറ്റഗറൈസ് ചെയ്തെടുത്തിട്ടാണ് നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഈ അതിലേക്ക് ഏറ്റവും റെലവെന്റ് ആയിട്ടുള്ള അവിടുത്തെ കാര്യം എക്സാമിനെ ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ ഈ PYQs ആണ്. അതിൽ നിന്ന് അതാണ് നമ്മൾ ലീഡ് ചെയ്യുന്നത് നമുക്ക് പറയാം. എപ്പോഴും നമുക്ക് ഒരു എക്സാം കഴിയുമ്പോൾ അഡീഷണൽ ആയിട്ട് നമുക്കൊരു റെഫറൻസും കൂടെ കിട്ടുന്ന രീതിയിലാണ്. അത്രത്തോളം നമുക്ക് അതിൽ പ്രാധാന്യമുണ്ട്. ഇപ്പൊ ഓരോ ഫേസ് എടുത്ത് നോക്കുകയാണെങ്കിലും നമുക്ക് എക്സാം ക്ലിയർ ചെയ്യാനുള്ള ആ ഒരു പെർസെന്റേജ് പോലും നമുക്ക് PYQസിൽ നിന്ന് നമുക്ക് കിട്ടും. അത്രത്തോളം ഇമ്പോർട്ടൻസ് PYQസിനുണ്ട്. അപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ ഒരാൾ എത്ര വർഷത്തെ PYQs നോക്കുന്നത് നല്ലതായിരിക്കും? ഏകദേശം ഒരു 10 ഇയേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് 20 ഫേസസ് കിട്ടുമല്ലോ. അങ്ങനെ എക്സ്ട്രാ നമുക്ക് ടൈമിനനുസരിച്ച് പിന്നെ അത് മാനേജ് ചെയ്ത് പോവാം. ഒരു 10 ഫേസ് എങ്കിലും ലാസ്റ്റ് നമ്മൾ പറയും. മിനിമം ഒരു 10 ഫേസ് എങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, നോക്കിയിട്ട് പോകണം. ഓക്കെ. അപ്പം നിങ്ങളൊരു ആദ്യത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തപ്പിയെടുത്ത് അതിൽ നിന്ന് നമുക്കതിനെ സെഗ്മെന്റ് ചെയ്യാം. സെഗ്മെന്റ് ചെയ്ത് കഴിഞ്ഞ് ഈ 120 ഡേയ്സിലും ഇപ്പൊ ടീച്ചർ വലിയൊരു ടൈം ടേബിളിനകത്ത് ഏറ്റവും കൂടുതൽ പോർഷൻ വൈസ് ആണോ ഇങ്ങനെ കൊടുക്കാനായിട്ട് ഉദ്ദേശിച്ചത്? അതെ, നമ്മൾ യൂണിറ്റ് വൈസ് എന്നതിനേക്കാൾ ഉപരി മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഏരിയാസ് ആദ്യം അവർക്ക് പ്രൊവൈഡ് ചെയ്യും. അതിനനുസരിച്ചാണ് നമ്മൾ ടൈം ടേബിളും സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. മിക്സ്ഡ് ആയിട്ടാണ് യൂണിറ്റ്സ്. അവിടെ 2 ഡൗട്ട് ഉണ്ടായിരിക്കും. ഇപ്പൊ നിങ്ങളൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ ഈ ഞാൻ ഒരുപാട് വർഷത്തിന് ശേഷം വരുന്നവർക്കും അഖിൽ സാറൊക്കെ പഠിപ്പിച്ചു കൊടുക്കുവോ അതോ ഫ്രഷേഴ്സിന് മാത്രമേ മനസ്സിലാകാറുള്ളൂ? ഇല്ല, എല്ലാവർക്കും ഒരുപോലെ നമ്മൾ ബേസിൽ നിന്നും ഫൗണ്ടേഷൻ സ്റ്റാർട്ട് ചെയ്യും. നമ്മുടെ ആപ്പിലെ റെക്കോർഡഡ് സെഷൻസ് തന്നെ ഫൗണ്ടേഷനിൽ നിന്നുമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ അവരെ ബൂസ്റ്റ് ചെയ്ത് നമ്മൾ അറ്റ് ദി എൻഡ് ഫ്രഷേഴ്സ് ആണോ അതോ ഓൾറെഡി സ്റ്റഡി ചെയ്തിട്ട് ഓൾറെഡി ലേണിംഗ് പ്രോസസ്സിലുള്ള ആളാണോ എന്നുള്ളത് മനസ്സിലാവാത്ത രീതിയിൽ അവർക്ക് പറഞ്ഞു കൊടുക്കും. ഇപ്പൊ ഈ ഒരു ഓൺലൈനിൽ ഇപ്പം ടീച്ചർ കുറെ നാളുടെ CCയുമായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് നമ്മൾ വർക്ക് ചെയ്യുന്നതാണ്. അപ്പൊ ഈ ഓൺലൈനിൽ ഇരിക്കുമ്പോൾ എപ്പോഴും ഈ കുട്ടികൾക്ക് ഈ ടൈം ടേബിൾ ഒക്കെ കൊടുക്കുമ്പോൾ ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് എന്തൊക്കെയാണ്? അവർക്ക് നമ്മളുടെ കോള് വെയിറ്റ് ചെയ്തിരിക്കാവും. അവരും ഇതേപോലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവർക്കൊരു ഗൈഡൻസ് എന്നുള്ള രീതിയിൽ നമ്മൾ മെന്റർ കോൾ ചെയ്യാറുണ്ട്. ആ സമയത്തും അവര് എന്താന്ന് ഒരു ഭയങ്കര കൺഫ്യൂഷനിലായിരിക്കും. പക്ഷെ നമ്മൾ ഇത് എങ്ങനെയാണ് എന്നുള്ളത് ആ ഒരു പ്രൊസീജിയർ ഉണ്ടല്ലോ, അത് കറക്റ്റ് അവരിലേക്ക് എത്തുമ്പോൾ അവരും ഹാപ്പി ആയിരിക്കും. പിന്നീട് അവർ ആ ട്രാക്കിലേക്ക് കയറി വരും. പിന്നെ ആഴ്ചകളിൽ മെന്റർഷിപ്പ് ക്ലാസ് കൊടുക്കുമ്പോൾ ഇത് തന്നെയാണോ ശ്രദ്ധിക്കാറുള്ളത്? അതെ, ഡെഫിനറ്റ്ലി. മെന്റർഷിപ്പ് കൊടുക്കുന്ന സമയത്തും പിന്നെ അവരുടെ ട്രാക്കിലേക്ക് കയറുന്നതിനനുസരിച്ച് അവരെ നമ്മൾ അവര് സ്വയം നമ്മളെ കോണ്ടാക്ട് ചെയ്യാറ് തുടങ്ങും. ആ ഒരു രീതിയിൽ അവര്
മുന്നോട്ട് പോകാറുണ്ട്. ഇപ്പം ഒരു വൺ ഡേ നമ്മൾ വീണ്ടും ടോപ്പിക്കിലേക്ക് വരികയാണെങ്കിൽ, ഈ പറയുന്ന ഒരു സ്റ്റുഡൻറ് ഒരാള് എക്കണോമിക്സ് എക്സാം പാസ്സാവണം എന്നതിന്റെ റെലവൻസ് എന്താണ്? ഒബ്വിയസ്ലി ഒരു മാസ്റ്റേഴ്സ് കഴിഞ്ഞൊരു വ്യക്തി ആയിരിക്കുമല്ലോ, ഒന്നെങ്കിൽ റിസർച്ചിൽ താല്പര്യമുള്ളവരായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ തന്നെ ടീച്ചിങ്ങിലേക്ക് ഇറങ്ങുന്നവരായിരിക്കും. അവരെ സംബന്ധിച്ച് എല്ലാത്തിലും നെറ്റാണ് ബേസിക്. അപ്പം എവിടെ ഇന്റർവ്യൂവിന് പോകുന്ന സമയത്തും മാസ്റ്റേഴ്സ് കഴിഞ്ഞ ഒരാളോട് ഫസ്റ്റ് ചോദ്യം എന്ന് പറയുന്നത് നെറ്റ് ക്ലിയർഡ് ആണോ അല്ലെങ്കിൽ JRF ക്ലിയർഡ് ആണോ എന്നുള്ളത്. അത് അവർക്ക് ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മാസ്റ്റേഴ്സ് ഉള്ള ഒരു വ്യക്തിനെ സംബന്ധിച്ച് നെറ്റ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. അപ്പം ഒരു എത്ര വർഷം ഗ്യാപ്പ് ഉണ്ടെങ്കിലും നിങ്ങളിത് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന എക്സാം അല്ലേ? ഡെഫിനറ്റ്ലി. എല്ലാവർക്കും ഒരു പേടിയാണ് നെറ്റ് എന്ന് പറയുമ്പോൾ. നാഷണൽ ലെവൽ എല്ലാവരും എക്കണോമിക്സിന് സെറ്റിന് എല്ലാവരും കടന്നു വരും. പക്ഷെ നെറ്റ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു പേടിയാണ്. മാത്രമല്ല അതിന്റെ ഒരു പാസിംഗ് പെർസെന്റേജ് നോക്കുമ്പോൾ 1% JRF, 2% നെറ്റ് അങ്ങനെ കാണുമ്പോഴും അവർക്ക് ഒരു പേടിയാണ്. നാഷണൽ ലെവൽ, അപ്പം സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലുള്ള പിള്ളേരെ ഉണ്ടാവുമല്ലോ, അപ്പൊ നമ്മൾ അവരോട് ആ ഒരു മൈൻഡാണ്. പക്ഷെ സിലബസ് മനസ്സിലാക്കി ഒരു ട്രാക്കിലൂടെ ഒരു സിസ്റ്റമാറ്റിക് വേയിലൂടെ മുന്നോട്ട് പോയാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഒരു നാഷണൽ എലിജിബിലിറ്റി തന്നെ ക്രാക്ക് ചെയ്യാൻ സാധിക്കും. ഇനി അടുത്തത്, ഇവിടെ ജനറൽ പേപ്പറിന് പ്രാധാന്യമുണ്ട്. അപ്പൊ ജനറൽ പേപ്പറും ഇവിടെ ക്ലാസ്സുകൾ കൊടുക്കുന്നില്ല. എല്ലാം കമ്പൈൻ ചെയ്തിട്ട് രണ്ടും ക്ലാഷ് ആവാത്ത രീതിയിലാണ് നമ്മൾ രണ്ടുപേരെയും കൂടെ ഒരുമിച്ചാണ് കൊണ്ടുപോകുന്നത്. കാരണം ജനറൽ പേപ്പർ നമുക്കറിയാം സെപ്പറേറ്റ് കട്ട് ഓഫ് തന്നെയാണ്. ജനറൽ പേപ്പർ പാസ്സായെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ടോട്ടൽ കട്ട് ഓഫ്. നമുക്ക് എക്കണോമിക്സുമായിട്ട് അവർക്ക് എക്കണോമിക്സ് പരിചിതമായിരിക്കും. പലപ്പോഴും നമ്മളുടെ ആ ഒരു പാസിംഗ് പെർസെന്റേജ് നിർണ്ണയിക്കുന്നത് തന്നെ ജനറൽ പേപ്പർ ആയിരിക്കും. കാരണം കംപ്ലീറ്റ്ലി നമുക്ക് അവെയർ അല്ലാത്തൊരു ടോപ്പിക് ആണല്ലോ. അവിടെ പുതിയ ടോപ്പിക്കുകൾ ഉണ്ടാകും. അപ്പം ഞങ്ങൾ ക്ലാസ്സുകൾ എടുക്കുമ്പോൾ ഈ 2 ടോപ്പിക്കുകളിലും കൃത്യമായ പരിഗണന കൊടുത്ത് തന്നെയാണ് നെറ്റ് എക്സാമിന് വേണ്ടി ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നത്. ഇപ്പൊ കഴിഞ്ഞ തവണകളിലെ കുട്ടികളുടെ ഫീഡ്ബാക്കുകളൊക്കെ എങ്ങനെയുണ്ട്? ഒരുപാട് ഇപ്പൊ എക്സാം കഴിഞ്ഞിരിക്കുകയാണ്. ഒരുപാട് പേര് നല്ല എക്സ്പെക്ടേഷനിലാണ്. അവർക്ക് ഇപ്പം ഈ ഒരു പ്രശ്നവും കാരണം ഡിലേ ആയി എന്നുള്ള ഒരു രീതിയിലാണ് അവര് ഇരിക്കുന്നത്. എല്ലാവരും ബാച്ചുകളിലും എങ്ങനെയുണ്ടായിരുന്നു? നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു. നമുക്ക് നെറ്റിന് വേണ്ടിയിട്ടും നമ്മുടെ കൂടെ വന്നിട്ടും അത് 120 ഡേയ്സ് മുതൽ അങ്ങോട്ട് നമ്മളുടെ കൂടെയുള്ള കുട്ടികൾ നല്ല റിസൾട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല റിസൾട്ട്. ഓക്കെ. അപ്പം ഞങ്ങൾ ഇവിടെ കൊടുത്തിരിക്കാം നെറ്റിന്റെ ഡീറ്റെയിൽഡ് നിങ്ങൾക്കൊരു 120 ഡേയ്സിന്റെ പ്ലാൻസ് കൊടുത്തിരിക്കാം. അത് നിങ്ങൾക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ ഞാനൊരു ഗ്രൂപ്പ് താഴെ കൊടുത്തിരിക്കാം. നമ്മുടെ ഗ്രൂപ്പ് പിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നെറ്റ് എക്സാമിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഇതുപോലെ തന്നെ ഒരുപാട് പേര് സ്വപ്നം കാണുന്ന ഒരു നെറ്റ് എക്സാമിൽ ടീച്ചറിനെ മാത്രമായിരിക്കും നിങ്ങൾ ഇന്ന് കണ്ടിട്ടുണ്ടാകുക. ബാക്കി ഒരുപാട് അധ്യാപകർ ഞങ്ങളൊരു കുടക്കീഴിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഇതിൻ്റെ ക്ലാസ്സുകളും ജനറൽ പേപ്പറിൻ്റെ ക്ലാസ്സുകളും ഒക്കെ ലഭിക്കുന്നതിന് വേണ്ടി നമ്പർ ഇവിടെ കൊടുത്തിരിക്കാം. ഒന്ന് കണക്ട് ചെയ്യുക. പുതിയ നെറ്റ് ബാച്ചിൻ്റെ 120 ഡേയ്സിൻ്റെ ടൈം ടേബിൾ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും എക്സാം നോക്കുന്ന എല്ലാവർക്കും ഉപകാരപ്രദമാവത്തില്ലേ? തീർച്ചയായും നിങ്ങൾക്ക് വിശ്വസിച്ച് തന്നെ നമ്മുടെ CCയുടെ കൂടെ ജോയിൻ ചെയ്യാം. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു രീതിയിലാണ് നമ്മൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ പുതിയ വീഡിയോസുമായിട്ടും ഇതേപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസായിട്ടൊക്കെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.